السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. فنحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. وأين وقفنا يا أيها الإخوان والأخوات؟ هل تذكرون رقم الصفحة؟ رقم الصفحة 207. 207. تمارين رقم 7. وأكملنا الصفحة السابعة 200. أراك ضعيفا. وما هي الرأى هذا؟ أراك ضعيفا എന്ന് പറഞ്ഞതിലെ എന്ത് അറായാണ്? എന്ത് പേര് പറയുന്നതിന്? റഅൽ ഖൽബിയ്യ, ഹൃദയ സംബന്ധം, ഹൃദയത്തിലുള്ള കാഴ്ച. അതിന്റെ പ്രത്യേകത മനസ്സിന്റെ കാഴ്ച, ഉൾക്കാഴ്ച എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മഫ്ഊൽ ബിഹി ഉണ്ടാകും? 2 മഫ്ഊൽ ബിഹി ഉണ്ടാകും. പറഞ്ഞില്ലേ നമ്മള്? അതെ അതെ. അതിൽ യഥാർത്ഥത്തിൽ ആ റഅ ഒഴിവാക്കിയിട്ട് നോക്കിയാൽ അവിടെ ഒരു മുബ്തദയും ഖബറും ഉണ്ടാവും. അറാക്ക ദഈഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മുബ്തദയും ഖബറും? അറാക്ക ദഈഫിന്റെ അറ മാറ്റിയാൽ എന്ത് വരും? അൻത ദഈഫുൻ. അൻത ദഈഫുൻ. അപ്പൊ റഅ വന്നാൽ അറ വന്നപ്പോഴത്തേക്ക് എന്തായി? അറാക്ക ദഈഫൻ. ഫക്ക ഒന്നാമത്തെ മഫ്ഊൽ ബിഹിയാണ്, ദഈഫ് രണ്ടാമത്തെ മഫ്ഊൽ. നമ്മൾ 5 മിനിറ്റ് മുമ്പ് കയറാൻ പറഞ്ഞത് കറക്റ്റ് സമയത്ത് തുടങ്ങാൻ വേണ്ടിയാണ്. എല്ലാവരും വിചാരിച്ച് എല്ലാ ദിവസവും ഉസ്താദ് വായിക്കുന്ന പോലെ ഇന്നും വൈകുന്നുണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യണം? 5 മിനിറ്റ് നേരത്തെ കയറണം. അപ്പൊ നമുക്ക് കറക്റ്റ് സമയത്ത് തുടങ്ങാൻ പറ്റും. ഞാൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഡോക്ടർ മാത്രം എത്തുമെന്ന് തോന്നുന്നു അല്ലേ? ഡോക്ടർ കറക്റ്റ് 7 മണിക്ക് കയറിയത്. അതെ അതെ. وفي التنزيل إنهم يرونه بعيدا. إنهم يرونه بعيدا നമ്മൾ മുബ്തദ ഖബർ മാത്രമാക്കിയാൽ എന്താവും? إنهم بعيد. അല്ല, هو بعيد എന്നാണ്. هو بعيد. يرونه بعيد എന്നാണ്. അപ്പൊ هو بعيد. يرونപ്പോഴത്തേക്ക് എന്തായി? يرونه بعيدا. هو ഒന്നാമത്തെ മഫ്ഊൽ ബിഹി, بعيد രണ്ടാമത്തെ മഫ്ഊൽ ബിഹി. നറാഹു ഖരീബൻ. ഹുവ ഖരീബൻ. നറ വന്നപ്പോ നറാഹു ഖരീബൻ. ഓക്കെ, ഇനി റഅൽ ഖൽബിയ്യത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി വേറെ എന്തായാലും റഅ ഉണ്ടാവും. അപ്പൊ അതെന്താണ്? മനസ്സിന്റെ കാഴ്ചയാണ് ഇവിടെ പറഞ്ഞത്. റഅൽ ബസരിയ എന്ന് പറഞ്ഞാൽ ബസർ എന്താ? കണ്ണ്. കണ്ണ്, ദൃക്സാക്ഷി അല്ല, എന്താ പറയാ? അതെ, കണ്ണിന്റെ കാഴ്ച, നേർക്ക് നേരെയുള്ള കാണല്, നമ്മൾ ദൃക്സാക്ഷി എന്നൊക്കെ പറയുന്ന പോലെ. അമ്മ റഅൽ ബസരിയത്തു ഫതൻസിബു മഫ്ഊലൻ വാഹിദൻ. അപ്പോ കണ്ണ് കൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഒരു മഫ്ഊൽ ബിഹി മാത്രമേ ഉണ്ടാവുള്ളൂ. നഹ്വ അറഅയ്തൽ മുദർരിസ. അറഅയ്തൽ മുദർരിസ, നീ മുദർരിസിനെ കണ്ടോ എന്ന് ചോദിച്ചാല് ഒരു മഫ്ഊൽ ബിഹി ഉള്ളൂ. അപ്പൊ കണ്ണുകൊണ്ട് കണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
അതുപോലെ മഫ്ഊലും ബിഹി ഉള്ളത്. അടുത്തത് അദ്ഖൽ റഅൽ ഖൽബിയ്യത. മനസ്സിലാക്കില്ല അതിന്റെ എന്താണ്? കണ്ണുകൊണ്ട് കണ്ടു. ആരെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നീ അധ്യാപകനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു മഫ്ഊലും ബിഹി ഉണ്ടാവുള്ളൂ. മനസ്സുകൊണ്ട് കണ്ടാലോ? മനസ്സുകൊണ്ട് കാണുമ്പോഴത്തേക്ക് കണ്ടു, എന്തായിട്ട് കണ്ടു എന്ന് ചോദ്യം ഉണ്ടാവും അല്ലേ? മനസ്സുകൊണ്ടുള്ളപ്പോ എന്താ ഇവിടെ എന്താ പറഞ്ഞത്? നഹും യറൗനഹു ബഈദ എന്ന് പറഞ്ഞാൽ അവരതിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അവരതിനെ മനസ്സുകൊണ്ട് കാണുന്നു. എന്തായിട്ട് കാണുന്നു എന്ന് പറയണ്ടേ? എന്നാലേ മനസ്സുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ആ അറാക്കൽ അഴീഫൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നെ ദുർബലനായി കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, അത് മനസ്സിൽ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ എന്താ? ഞാൻ മനസ്സിലാക്കുന്നു. ആരെ മനസ്സിലാക്കുന്നു? എന്തായിട്ട് മനസ്സിലാക്കുന്നു എന്ന് ചോദ്യം ഉണ്ടാവും. വെച്ചിട്ട് പറഞ്ഞാലോ? ഏത് ആന്നുള്ളത്? അപ്പം ആയും മറയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. മാവിയാണ്, അറാ മുതാരിയാണ്, അത്രേ ഉള്ളൂ. അറാന്ന് പറഞ്ഞാൽ മുതാരിയാണ്, മുത്തക്കല്ലിമാണ്. അപ്പൊ രണ്ടും ഏകദേശം ഏകദേശമല്ല. മനസ്സിലാക്കേണ്ടത് എന്താണ്? റഅ എന്ന് പറഞ്ഞ ഫിഅലിന്റെ രൂപഭേദം ഏതായാലും കുഴപ്പമില്ല. പക്ഷെ എന്തായിട്ട് റഅ എന്ന് പറഞ്ഞാൽ അതിപ്പം റഅ എന്ന് പറഞ്ഞ ക്രിയ മനസ്സുകൊണ്ടുള്ള കാഴ്ചക്ക് ഉപയോഗിക്കും, കണ്ണുകൊണ്ടുള്ള കാഴ്ചക്ക് ഉപയോഗിക്കും. അപ്പൊ മനസ്സുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിലോ? മനസ്സുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ ഞാൻ ഒരാളെ കണ്ടു എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിലല്ലേ കണ്ടു, ആരെ കണ്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. ഞാൻ ഒരാളെ കണ്ടു, ഞാൻ നിന്നെ ദുർബലനായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കണ്ടു, എന്തായിട്ട് കണ്ടു? മനസ്സിൽ. ഇപ്പൊ രണ്ട് മഫ്ഊലും ബിഹി വേണം. കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ ഒരു മഫ്ഊലും ബിഹി ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാതെ റഅയും അറയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ റഅ വന്നിട്ട് അറാക്കൽ അഴീഫൻ എന്ന് അറാക്കൽ അഴീഫൻ എന്ന് പറഞ്ഞിട്ട് റഅ ഹാദിഹി എന്നല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞ റഅ എന്ന ഫേല് അതിന്റെ രൂപഭേദമാണ് അറാന്ന് വന്നത് അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? ഇവിടെ ഇന്നഹും യറൗനാന്ന് വന്നു. അപ്പൊ വേറെ പേര് വന്നു. പേരിന്റെ രൂപഭേദം വേറൊരു വസിന് വന്നല്ലോ. നറാഹ് വന്നപ്പം മാറി. ഇവിടെ എന്താണ്? ഇവിടെ ഗായിബാണ്, ഇവിടെ മുത്തക്കല്ലിമാണ്. ഇവിടെ മുത്തക്കല്ലിം മുഫ്രദാണ്, ഇവിടെ മുത്തക്കല്ലിം ജംആണ്. ഹൽ തഫ്ഹമൂന ജയ്യിദൻ ഔ മിന്ന 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 എന്ന് പറയുന്നു സ്പോക്കണില്. മലയാളികൾ സംസാരിക്കുമ്പോൾ, അനറബികൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കിയതാണോ? അതല്ല ശരിയായിട്ട് മനസ്സിലാക്കിയോ? മനസ്സിലായി. കറക്റ്റ് മനസ്സിലായോ? വളരെ സിമ്പിളായ കാര്യമാണ്. മനസ്സുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ മനസ്സിൽ കണ്ടു. ആരെ മനസ്സിൽ കണ്ടു? എന്തായിട്ട് കണ്ടു? കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ ആരെ കണ്ടു? എന്തിനെ കണ്ടു? ആരെ കണ്ടു എന്നുള്ളത് മാത്രമേ വിഷയം വരുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തിനെ കണ്ടു എന്നത് മാത്രമേ വിഷയം വരുന്നുള്ളൂ. എന്തായിട്ട് കണ്ടു അല്ലെങ്കിൽ ആരായിട്ട് കണ്ടു എന്ന് വരുമ്പോഴത്തേക്ക് എന്തായി? അത് മനസ്സിലുള്ള കാഴ്ച. അങ്ങനെ വരുമ്പോൾ രണ്ട് മഫ്ഊലും ബിഹി ഉണ്ടാകും. നമുക്കിതിന് ടെക്നിക്കലി ഒന്നും ചിന്തിക്കാനില്ല സംഭവം. ഇതൊരു പ്രയോഗമായിട്ട് മനസ്സിലാക്കുകയാണ്. രണ്ട് മനസ്സിലുള്ള കാഴ്ചയുണ്ടാവും, കണ്ണുകൊണ്ടുള്ള കാഴ്ചയുണ്ടാവും. നമുക്ക് രണ്ട് മഫ്ഊലും ബിഹി വന്നാൽ എന്ത്, ഒരു മഫ്ഊലും ബിഹി വന്നാൽ എന്ത്, ഭാഷ മനസ്സിലാക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടെണ്ണത്തിന് നസ്ബ് ചെയ്യൽ എന്ന് മനസ്സിലാക്കണം. പക്ഷെ കൽബുകൊണ്ട് ഇതില് അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ലല്ലോ അല്ലേ? കൽബ് കൊണ്ടാണ് കണ്ടെന്ന് അവിടെ പറയില്ലല്ലോ. ഞാൻ നിന്നെ മനസ്സുകൊണ്ടാണ് കണ്ടതെന്ന് പറയൂ. ഈ ഒരു ദുർബലനായിട്ടാണല്ലോ തോന്നുന്നത് എന്നൊക്കെ പറയില്ലേ? തോന്നുന്നത് പറഞ്ഞാൽ എന്താണ്? തോന്നൽ എവിടെയാ ഉള്ളത്? അതെ, മനസ്സിൽ തോന്നാം. അല്ല സ്വപ്നം കാണുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്.
അങ്ങനെ മനസ്സിലാക്കുന്നു. ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അമ്മ റഅൽ ബസരിയത്തു ഫതൻസിബു ഫിഅലൻ. ഇതാണ് നമുക്ക് മനസ്സിലായ നമ്മുടെ പോയിന്റ്. എന്താ പോയിന്റ്? അവിടെ നമ്മള് ഫത്തയും കസറും ഇല്ലാതെയാണ് വായിക്കുക. ഇനി വായിക്കുമ്പോൾ മനസ്സുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ രണ്ടെണ്ണത്തിന് നസ്ബ് ചെയ്യും. കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ ഒന്നിനെ നസ്ബ് ചെയ്യുള്ളൂ. അതാണ് നമ്മളെ പോയിന്റ്. അമ്മ റഅൽ ബസരിയത്തു, കണ്ണുകൊണ്ടുള്ള കാഴ്ച, ഫതൻസിബു മഫ്ഊലൻ വാഹിദൻ നഹ്വ റഅയ്ത അറഅയ്തൽ മുദർരിസ. ഇവിടെ മഫ്ഊലും ബിഹി, സോറി, എന്താണ്, മുഖാത്തബാണ്. ഫിഅല് മുഖാത്തബാണ്, മാവിയാണ്. റഅയ്ത എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താണ് ഇവിടുത്തെ നമ്മളെ യഥാർത്ഥ പഠന സബ്ജക്റ്റ് അൽ മുദരിസ. റഅയ്തൽ മുദരിസ എന്ന് ചോദിച്ചപ്പോ ഇവിടെ എന്താണ്? റഅൽ ബസരിയത്താണ്, കണ്ണുകൊണ്ട് കണ്ടോന്നാണ് ചോദിച്ചത്. പിന്നെ അടുത്തത് എക്സസൈസ്. ബൈ ദ വേ, നമ്മൾ ഒരു എക്സസൈസ് എന്നല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും എഴുതിയിട്ടിട്ടായിരുന്നോ? എന്തായിരുന്നു എക്സസൈസ് എന്ന് ഓർമ്മയുണ്ടോ? എക്സസൈസ് ഓർമ്മയുണ്ട്. എന്തായിരുന്നു? പിന്നെ പാഠത്തിൽ നിന്ന് തന്നെ ഇവജ്ജ, ഇഫ്അല്ല വസനുകൾ കണ്ടെത്താൻ പറഞ്ഞായിരുന്നു. അതെ അതെ അതെ. നിങ്ങളെ നോട്ട്ബുക്കിലെങ്കിലും എഴുതിയോ? ഞാൻ ബുക്കില് മാർക്ക് ചെയ്തു, ലെസണിൽ മാർക്ക് ചെയ്തു. ലെസണിൽ മാർക്ക് ചെയ്തു? ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തു? അതെ, ജസ്റ്റ് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താൽ പോരാ. ഇൻഷാ അല്ലാഹ്. നമ്മള് കൽപ്പന ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? അതെ, എന്ത് സംഭവിക്കും? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലുൽ അംരി. ഓക്കേ, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതും, ഉത്തരം എഴുതും. അതിനുമില്ല, പഠനം ശരിയാകുന്നതിന് അതെ 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 അതെ, ഉസ്താദ് നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതെ. അപ്പോ അൻത മുസ്തഅജിലുൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? നദ്ഖൽ റഅൽ ഖൽബിയ്യത അലൽ ജുമലിൽ ആതിയ. അപ്പൊ എന്ത് ചെയ്യണം? റഅൽ ഖൽബിയ്യത, മനസ്സുകൊണ്ടുള്ള കാഴ്ചയെ പ്രവേശിപ്പിക്കണം. ഇവിടെ ഖൽബിയത്തിനെ പ്രവേശിപ്പിക്കണം ഈ സെന്റൻസിൽ, തുടർന്ന് വരുന്ന സെന്റൻസ്. അൻത മുസ്തഅജിലുൻ. മുസ്തഅജിൽ എന്താ അർത്ഥം? മുസ്തഅജിൽ എന്ന് പറഞ്ഞാൽ ധൃതിക്കാരൻ. പെട്ടെന്ന് ഇൻസാൻ അജൂല എന്ന് പറഞ്ഞില്ലേ? പെട്ടെന്നല്ലേ ഉസ്താദ്? എന്താണ് അജിലുൻ? പെട്ടെന്ന, സഡൻലി. അതെ, ആജിലൻ പെട്ടെന്ന്, ആജിൽ അവധി, ആജിലും ഗൈറ ആജിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്? കേട്ടില്ലേ? ഞങ്ങൾക്ക് ധൃതിയിൽ തന്നെ, എളുപ്പത്തിൽ തന്നെ തരണേ, ഞങ്ങൾക്ക് അവധി വെക്കല്ലേ. ഹംസിട്ടാല് അജൽ എന്ന് പറഞ്ഞാൽ അവധി, അയിനിട്ടാല് ആജിൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ധൃതിയിൽ. അപ്പം ഇസ്താർജല എന്ന് പറഞ്ഞാൽ ടു ബി ഹറി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അൻത മുസ്താജിലുൻ, നീ ധൃതിക്കാരനാണ്. ഇതാണ് മുബ്തദയും ഖബറും. അൻത മുസ്താജിലുൻ. അതില് അറാക്ക എന്ന ഫേല് ഖൽബിയ്യത്ത് വന്നാൽ എന്തായി? അപ്പൊ അൻതയ്ക്ക് പകരമാണ് ഇവിടെ ക ചേർത്തത്, അറാക്ക. പിന്നെന്ത് വരണം? മുസ്താജിൽ എന്താവും? മഫ്ഊലുൻ ബിഹി ആവും, അപ്പൊ മൻസൂബാവും. അപ്പൊ അറാക്ക മുസ്തഅജിലൻ. അതേപോലെ ഹുവ ഹസീനുൻ. റഅയ്തു ആണെങ്കിൽ അല്ല, ഹുവ വന്നോ റഅയ്ത്തിന്റെ കൂടെ? റഅയ്തു ഹസീനുൻ, ഹസീനൻ. ആരാ ലേറ്റ് ആയിട്ട് വന്ന്? സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും.
ഉസ്താദ് ഇവിടെ ബാങ്ക് വിളിക്കണത് താമസിച്ചു, അപ്പൊ നിസ്കരിക്കാൻ താമസിച്ചു പോകും. ബാങ്ക് വിളിക്കുന്ന ആവശ്യമാണ്. അഞ്ചരയാകുമ്പോൾ ബാങ്ക് വിളിച്ചിട്ട് എത്ര സമയമായിപ്പം? ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയുള്ളൂ. 10 മിനിറ്റ് ബാങ്ക് വിളിച്ച് നിസ്കരിച്ചിട്ട് വന്നതാ. ഓക്കെ, അതാണ് പ്രശ്നം. ശരി. അപ്പൊ നമ്മളെ കേരളത്തിലുള്ളവരൊക്കെയാ? കേരളത്തിലുള്ളവരൊക്കെ എന്താ ലേറ്റ് ആയത്? ഡോക്ടർ ഇപ്പൊ എവിടെ ഉണ്ട്? അബുദാബിയില്. അബുദാബിയിലാണ്. അബുദാബിയിൽ എത്ര മണിക്കാ ബാങ്ക്? 5:25 ഉസ്താദ്. 5:25 5:30. ഓക്കെ. എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെയാണോ? ഞാനും അബുദാബിയില്. അബുദാബി, ദുബൈ, ഷാരിഖ വ്യത്യാസമുണ്ടോ? ഒരു 2-3 മിനിറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത്രേ ഉള്ളൂ. കോഴിക്കോടും മലപ്പുറം ഒക്കെ പോലെയായിരിക്കും. ശരി. هو حزين رأيته حزينا الطلاب مجتهدون. ഹസീനന്റെ അർത്ഥം എന്താണ്? ഹസീനൻ ഹസീൻ എന്താ? സങ്കടം. ഹസീന നമ്മൾ പറഞ്ഞില്ലേ, ഹസീന പഠിച്ചല്ലോ. ഹസീന യഹ്സുനു, ദുഃഖിച്ചു. ഹസീനുൻ ദുഃഖിതൻ. അപ്പൊ ഹാസിനുൻ എന്ന പ്രയോഗമല്ല സാധാരണ ഉപയോഗിക്കല്. എന്താണ്? ഹസീൻ ഇത്തിരി തീവ്രത കൂട്ടിയാണ് ഉപയോഗിക്കല്. അപ്പോ റഅയ്തുഹു ഹസീനൻ അത്തുല്ലാബു മുജ്തഹിദൂന. അതറ ഹും നമുക്കിവിടെ ഹും ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിനെന്ത്? അത്തുല്ലാബു മുജ്തഹിദൂന എന്ന വാക്ക് തന്നെ എന്ത് ചെയ്യണം? അതിൽ തന്നെ എന്ത് ചെയ്യണം? തറായി ഉപയോഗിക്കണം. ഇപ്പൊ എന്താവും? സമീറാക്കേണ്ട കാര്യമില്ല. അടുത്തത് അയാളുടെ 8ാമത്തെ പോയിന്റ് ആണ് കേട്ടോ, എക്സസൈസ് അല്ല. നൊക്കത്ത പോയിന്റ് എന്താ പറയാ അറബിയില്? നൊക്കത്ത. ഡോട്ട് ഇട്ടാൽ നൊക്കത്തയാണ്. പോയിന്റ് എന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ പോയിന്റിൽ നിന്ന് ഡോട്ടിനും പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതും നൊക്കത്തയാണ്. അതേപോലെ ഫുൾ സ്റ്റോപ്പിന് നൊക്കത്തയാണ്. പിന്നെ അതേപോലെ പോയിന്റിനും നൊക്കത്ത എന്ന് പറയും. അപ്പൊ നൊക്കത്തത്തു സാമിന അസ അൻ യകൂന ഖൈറൻ മിൻഹും എന്ന് നമ്മൾ ഒരു ആയത്ത് പഠിച്ചായിരുന്നു. അസ അൻ യകൂനു ഖൈറൻ മിൻഹും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ എന്ന് പറഞ്ഞില്ലേ? ആയത്തിൽ എന്തുണ്ട്? അസ അൻ യകൂനു ഖൈറൻ മിൻഹും. അപ്പൊ അസ എന്ന് പറഞ്ഞ ഇവിടെ അസ മിൻ അഫ്ആലിർ റജാ, റജായിൽപ്പെട്ട ക്രിയയാണ്. മിൻ അഫ്ആലിർ റജാ. റജ എന്താണ്? ആഗ്രഹം. മടങ്ങി. الرجاء ഈ അഫ്ആലുർ റജാ എന്താണ്? തുഫീദു തറജ്ജി അവൽ ഇഷ്ഫാഖ്. ഒന്നുകിൽ എന്താണ്? പ്രതീക്ഷ. തറജ്ജി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. മുമ്പ് പഠിച്ചായിരുന്നു നമ്മൾ. ഒന്ന് തറജ്ജി ആയിരിക്കും, അവിൽ ഇഷ്ഫാഖ് അല്ലെങ്കിൽ എന്താണ്? ഭയപ്പെടുക. ഭയപ്പെടുക പറഞ്ഞാൽ ഹൗഫ് അല്ല. ഐ ആം അഫ്രേഡ് ദാറ്റ് ഹി ഈസ് ലേറ്റ്, ഐ ആം അഫ്രേഡ് ദാറ്റ് ഇറ്റ് ഈസ് റൈനിങ് ദേർ എന്നൊക്കെ പറയുന്ന ഒരു അവിടെ ഒരു സബ്ജക്റ്റ്, ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ഇതിൽ അൽ ഇഷ്ഫാഖ്. അദ്ദേഹത്തിന് മുമ്പ് മലയാളത്തിൽ എന്തോ വാക്ക് പറഞ്ഞായിരുന്നു. ഇവിടെ പറയാൻ മനസ്സിലാവും. അസല്ലാഹു അൻ യതൂബ അലൈഹിം. അപ്പൊ ഇവിടെ എന്താണ്? അസല്ലാഹു അൻ യതൂബ അലൈഹിം ഐ യുർജ അൻ യതൂബ അല്ലാഹു അലൈഹിം. അസല്ലാഹു അൻ യതൂബ അലൈഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവരുടെ മേൽ അവരുടെ പശ്ചാത്താപം അൻ യതൂബ അലൈഹിം, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. യുർജ റജ, യുർജ പ്രതീക്ഷിക്കപ്പെടുന്നു.
അൻ യതൂബ അല്ലാഹു അലൈഹിം. എന്താണ് അസ മിൻ അഫ്ആലി റജാ, പ്രതീക്ഷയുടെ വാക്കുകൾ, ക്രിയകൾ. വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ഇവിടെ എന്താണ്? വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ഐ യുഖ്ഷ അൻ തക്റഹു. ഇവിടെ എന്താണ്? നിങ്ങൾ ആഗ്രഹമല്ല, പ്രതീക്ഷയല്ല, മറിച്ച് എന്താ? അവർക്ക് ആ, നിങ്ങൾക്ക് നല്ല ഒരു കാര്യം നിങ്ങൾ വെറുക്കുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ്. നിങ്ങൾ വെറുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ല കാര്യം, നിങ്ങൾക്ക് നല്ലതായ ഒരു കാര്യം നിങ്ങൾ വെറുക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയല്ല, മറിച്ച് എന്താണ്? നല്ല കാര്യമാണ്, നിങ്ങൾ വെറുക്കുമോ എന്നാണ് ഭയപ്പെടുന്നത്. عسى أن تحبوا شيئا وهو شر لكم وعسى أن تكرهوا شيئا وهو خير لكم. അപ്പൊ ഇവിടെ അർത്ഥമാസ ഭയപ്പെടുകയെ അതാ, അതെ, ആണെന്ന് ഭയപ്പെടുന്നു. അസ അൻ തക്റഹു, നിങ്ങൾ വെറുക്കുമെന്ന് ഭയപ്പെടുന്നു. ഷൈഅൻ, ഒരു കാര്യത്തെ, വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കെ. നിങ്ങൾക്ക് നല്ലതായിരിക്കും. വാവുൽ ഹാലാണ്. നമ്മൾ സംഭവം അർത്ഥമൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല കാര്യം, നിങ്ങൾക്ക് നല്ലതായ കാര്യം നിങ്ങൾ വെറുത്തേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും എന്താണത്? തറജി റജാഇ വൽ ഇഷ്ഫാഖാണ്. എന്താണ് ഇവിടെ? ഇഷ്ഫാഖാണ് ഇവിടെ. നിങ്ങൾക്ക് നല്ല കാര്യം നിങ്ങൾ വെറുക്കുമോ എന്ന് ഭയപ്പെടുന്നു. തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ഇനി അസായുടെ ഐ യുഖ്ഷ അൻ തക്റഹു, അതായത് യുഖ്ഷ ഭയപ്പെടുന്നു, ഖശിയ യഖ്ഷ, യുഖ്ഷ ഭയപ്പെടുന്നു, ഭയപ്പെടുന്ന എന്താണ്? ഖശിയയുടെ മഫ്ഊലും ബിഹി മജ്ഹൂലാക്കി പറഞ്ഞാൽ എന്താവും? ഭയപ്പെടുന്നു എന്ന് തന്നെ പറഞ്ഞാൽ മലയാളത്തിൽ ഭയപ്പെടുക, കർമ്മണി പ്രയോഗം പറയാൻ പറ്റില്ല മലയാളത്തിൽ. പക്ഷെ അറബിയിൽ പറയുമ്പോൾ യഖ്ഷ പറഞ്ഞാല് യഖ്ഷയുടെ ഫാല് പറയേണ്ടി വരും. യഖ്ഷ എന്ന് പറഞ്ഞാൽ യഖ്ഷ മൻ എന്ന് ഫാല് പറയേണ്ടി വരും. അതുകൊണ്ട് യഖ്ഷ ഉപയോഗിച്ചാല് ഫാല് പറയേണ്ടി വരില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. യുറിജ, പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. പ്രതീക്ഷിക്കുന്നതിനെ പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് പറയാം. പക്ഷെ യഖ്ഷ ഭയപ്പെടുന്നു എന്നതിന്റെ അത് തന്നെ മജ്ഹൂലായിട്ടാണ് മലയാളത്തിൽ പെടുക. തഅമലു അസ, അപ്പൊ അസയുടെ അമലാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അസ രണ്ട് അവസ്ഥയിൽ വരും. ഒന്നെന്താ? തഅമലു അസ അമല കാന, കാനയുടെ പ്രയോഗം ചെയ്യും, ആക്ടിവിറ്റി ചെയ്യും. അമല കാന, തഅമലു അസ അമല കാന, കാനയുടെ അമൽ ചെയ്യും. വയകൂനു ഖബറുഹാ ഫിഅലൻ മുദാരിഅൻ മുഖ്തരിനൻ ബിഅൻ. അപ്പോൾ വയകൂനു ഖബറുഹ, കാനയുടെ ഖബർ ഉണ്ടല്ലോ, കാനയ്ക്ക് ഇസ്മും വേണം ഖബറും വേണം. കാന വയകൂനു ഖബറുഹ, അപ്പൊ അസയുടെ ഖബർ എന്താകും? ഫിഅലൻ മുദാരിഅൻ മുഖ്തരിനൻ ബിഅൻ. ഇഖ്തറന എന്ന് പറഞ്ഞാൽ ചേർന്ന് വരിക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറ്റാച്ച്ഡ് വിത്ത് ഓർ അഡ്ജസന്റ് വിത്ത്, അടുത്ത് വരിക. മുഖ്തരിനൻ ബി അൻ, അൻ ചേർന്ന് വരും. എവിടെ? ഫിഅൽ മുളാരിയിൽ അൻ പ്ലസ് ഫിഅൽ മുളാരിയാണ് വരിക. യകൂനു ഖബറുഹ അൻ പ്ലസ് ഫിഅൽ മുളാരി. അൻ സായിദ്, പ്ലസിന് അറബിയിൽ എന്ത് പറയും? സായിദ്. സായിദ് പ്ലസ് മുഖ്തരിനൻ ബി അൻ. നഹ്വ്, for example, عسى الله أن ينفعنا بك. عسى الله, അപ്പൊ അള്ളാഹു എന്ന ലഫ്ദ് ജലാലത്ത് എന്താണ്? അസയുടെ ഇസ്മാണ്, കാനയുടെ ഇസ്മായതുപോലെ. അതിന്റെ ഖബർ എന്തായിരിക്കും? അൻ യൻഫഅന.
അൻ യൻഫഅന യൻഫഅന ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം ബിക്ക താങ്കളെ കൊണ്ട്. അപ്പൊ എന്താ ആശയാർത്ഥം? ഇവിടെ ഫേല് തറജിയാണ്, എന്ന് പ്രതീക്ഷിക്കുന്നു. അസല്ലാഹു അൻ യൻഫഅന ബിക്ക, താങ്കളെ കൊണ്ട് അള്ളാഹ് ഞങ്ങൾക്ക് പ്രയോജനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗ്രമറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അസ എന്നത് കാനയുടെ സ്ഥാനത്താണ് വന്നത്, കാനയെ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാനയുടെ ഇസ്മ ലഫ്ലുൽ ജലാലത്ത് അള്ളാഹ് എന്ന വാക്കാണ്. അസല്ലാഹു, അതിന്റെ ഖബർ എങ്ങനെയാ വന്നിരിക്കുന്നത്? അൻ സായിദ് ഫിഅൽ മുളാരി, അന്നും ഫിഅൽ മുളാരിയും കൂടെ ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. മസ്ദർ ആയിട്ടല്ലേ? എന്താ പറയാ, മസ്ദർ മുഅവ്വൽ. ഹുന ലഫ്ലുൽ ജലാലത്തി ഇസ്മുഹ, ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹുവ ലഫ്ലുൽ ജലാലത്തി, മുമ്പ് നമ്മൾ ഇതേപോലെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹ് എന്ന വാക്ക് നമ്മൾ കലിമത്ത് ഇസ്മു അള്ളാഹ് എന്ന് പറയില്ല. കാരണം അത് നമുക്ക് എല്ലാത്തിലും അങ്ങനെ തന്നെയാണെങ്കിലും അവിടെയൊന്നും എന്തില്ല, ഒരു അനൗചിത്യം ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് റഫ് കൊടുത്തു, നെസ്ബ് കൊടുത്തു, ജെറ് കൊടുത്തു എന്ന് പറയാൻ പറ്റും. അത് അള്ളാഹിന്റെ മഹത്വത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് ആ കലിമത്ത് എന്നാണ് പറയുക. അതിന് അള്ളാഹ് എന്ന കലിമത്തിന് പറയുന്ന വാക്കാണ് ലഫ്ലുൽ ജലാലത്ത് എന്നാണ് പറയുന്നത്, മഹത്വത്തിന്റെ വാക്ക്, പദം. അപ്പൊ ഹുന ഇവിടെ ലഫ്ലുൽ ജലാലത്തി ഇസ്മുഹ, ലഫ്ലുൽ ജലാലത്ത് അതിന്റെ ഇസ്മാണ്, കാനയുടെ ഇസ്മ ഇതുപോലെയുള്ള ആശയുടെ ഇസ്മാണ്. വൽ മസ്ദറു അൽ മുഅവ്വൽ, നേരത്തെ പറഞ്ഞല്ലോ മസ്ദർ മുഅവ്വൽ അൻ ചേർന്ന, അൻ യൻഫഅ ഖബറുഹ, ആ മസ്ദർ മുഅവ്വൽ ഇതാണ് അതിന്റെ ഖബർ. വഫി അസൈത അൻ തുഫ്സിദ ഫിൽ അർദ്, നേരത്തെ തോന്നില്ലല്ലോ. വഫി അസൈത അൻ തുഫ്സിദ ഫിൽ അർദ്, അസൈത അൻ, അപ്പൊ ഇതെന്താണ്? ഫേല് തർജിയാണ് പറഞ്ഞത്. ഇവിടെ ഫി അസൈത അൻ തുഫ്സിദ ഫിൽ അർദ്, അത്താഉ ഇസ്മുഹ വൽ മസ്ദർ മുഅവ്വലു അൻ തുഫ്സിദ ഖബറഹ. അസൈത അൻ തുഫ്സിദ ഫിൽ അർദ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താവും? ഫേലിൽ തർജിയും ഇഷ്ഫാഖ് വരും. ഇവിടെ എന്താണ്? ഇഷ്ഫാഖ്. പോസിറ്റീവായിട്ടാണെങ്കിൽ പ്രതീക്ഷയും, നെഗറ്റീവായിട്ടാണെങ്കിൽ ഇഷ്ഫാഖാണ് വരിക. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മള്, അസൈത അൻ തുഫ്സിദ ഫിൽ അർദ്, ഭൂമിയിൽ നീ കുഴപ്പമുണ്ടാക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്ന് നീ ഭയപ്പെടുന്നു. അസൈത അൻ തുഫ്സിദ ഫിൽ അർദ്. അത്താ ഇസ്മുഹ അതിന്റെ, അപ്പൊ അസൈത എന്ന താഴ് അതിന്റെ ഇസ്മാണ്, അതിനകത്തുള്ള അൻത ഇസ്മുഹ വൽ മസ്ദർ മുഅവ്വലു അൻ തുഫ്സിദ ഖബറഹ. വതഅതി അസ, ഞാൻ നേരത്തെ പറഞ്ഞു അസ രണ്ട് അവസ്ഥയിൽ വരും. വതഅതി അസ, അസ വരും. ഇതിവിടെ തഅതി എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചത് കലിമത്തും ഫേലും പദവും ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാം എന്താണ്? ഫെമിനായിട്ടാണ് ഉപയോഗിക്കുക. നമ്മൾ പറയും എപ്പോഴും ഭൂരിപക്ഷം പദങ്ങളും മസ്കുലിനായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടിയാണ് ഈ കലിമത്ത്, പദങ്ങള്, ഫേല് ഇതൊക്കെ വരുമ്പോൾ അക്ഷരങ്ങള് ഇതിനൊക്കെ പറയുമ്പോൾ സ്ത്രീലിംഗ രൂപത്തിലാണ് ഉപയോഗിക്കുക. അസ, അപ്പോ അസ എന്ന ഫേല് വരും. താമത്തൻ, അത് താമത്തായിട്ട് വരും. ഐ തക്തഫി മർഫൂഇഹ. ഫേല് താം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫേല് താം എന്ന് പറഞ്ഞാൽ അത് ഐ തക്തഫി, ഇക്തഫ എന്ന് പറഞ്ഞാൽ കഫ, മതിയാകും. ഇക്തഫ, തക്തഫി അത് സഫിഷ്യന്റ് ആകും. ഇക്തഫ സഫിഷ്യന്റ് ആയി. ഇക്തഫ ടു കണ്ടന്റ് ഓൺ സെൽഫ്, ടു ബി സാറ്റിസ്ഫൈഡ് എന്നൊക്കെയാണ്. തക്തഫി ബി
മർഫൂഇഹ റഫ് ചെയ്യപ്പെട്ട പദം കൊണ്ട് എന്താകും? അത് പൂർണ്ണമാകും, സഫിഷ്യന്റ് ആകും. ബിമർഫൂഇഹ റഫ് ചെയ്യപ്പെട്ട പദം കൊണ്ട്. ഫലാ തഹ്താജു ഇലൽ ഖബർ അപ്പോൾ അതിന് ഖബർ ആവശ്യമായി വരികയില്ല. ഇപ്പൊ കാന എന്താണ്? കാന യഥാർത്ഥത്തിൽ ഫേലിൻ നാഖിസാണ്. കാരണം എന്താ? കാന വരുമ്പോഴത്തേ അത് താമെന്ന് പറയില്ല. ഇപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ പോകുന്നില്ല, എന്തായാലും ഇങ്ങനെ പറ്റില്ല. ഇവിടെ ആശ ഫേല് താമാണ്. അപ്പൊ താമായ ഫേലാകുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് അവസ്ഥ ഉണ്ടാവില്ല, മറിച്ച് തക്തഫി ബി മർഫൂഇഹ അത് റഫ് അതിന്റെ റഫ് ചെയ്യപ്പെട്ട പദം കൊണ്ട് സെന്റൻസ് സഫീഷ്യന്റ് ആകും. ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോയിന്റ് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഫലാ തഹ്താജു ഇലാ താമ എന്താണ് താമ? താമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നാണ്. തമ്മ നമ്മള് അൽമാഹിദയെ പഠിച്ചില്ലേ? അൽമാഹിദയില് എപ്പൊ എന്താ പഠിച്ചു? അല്ലയോ മാക്മലത്തിലേക്കും ദീനക്കും അത്മം തോയിലേക്കും. അതെ അതെ. അപ്പൊ അത്തമ്മ പൂർത്തീകരിച്ചു. താമ പൂർത്തിയായത് തമ്മയാണ് ശരിക്കും. തമ്മ പൂർത്തിയായി, അത്തമ്മ പൂർത്തിയാക്കി, തമ്മ പൂർത്തിയായി, താമ പൂർത്തിയായത് എന്ന് പറഞ്ഞാൽ ഫേല് താമ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നെഹ്വിലുള്ള ഒരു സാങ്കേതിക പദമാണ് ഫേല് താമ. ഫേല് താമ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ റഫ് ചെയ്യപ്പെട്ട പദം കൊണ്ട് സഫീഷ്യന്റ് ആയി പിന്നീട് ഫേലിന് ഖബർ വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് എന്തായി വരും? കാനയെ പോലെ വരും. കാനയെ പോലെ വരുന്ന സമയത്ത് പിന്നീട് മസ്തർ മുഅവ്വലായിരിക്കും അതിന്റെ ഖബറായിട്ട് വരിക. മസ്തർ മുഅവ്വൽ അതിന്റെ ഖബറായിട്ട് വരും. അതാണ് ഇവിടെ മുകളിൽ പറഞ്ഞത് അശാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞു. ഇവിടെ അശ അമല കാന വയകൂനു ഖബറുഹ ഫിഅലൻ മുളാരിയൻ മുഖ്തലൻ ബി അൻ എന്ന് പറഞ്ഞു. അതിന്റെ ഖബർ എന്തായിട്ട് വരും? മസ്തർ മുഅവ്വലായിട്ട് വരും. അതേസമയം അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലും വരും. അങ്ങനെ ഇല്ലാത്ത അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ റഫ് ചെയ്യപ്പെട്ട പദം കൊണ്ട് പൂർത്തിയാകും. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഖബർ വരേണ്ട കാര്യമില്ല, മസ്ദർ മുഅവ്വലൊന്നും ആവശ്യമില്ല, ആവശ്യമായി വരില്ല. وذلك إذا وليها أن والفعل عسى أن يهديني ربي. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ആശയും നേരിട്ട് എന്താണ്? ഇവിടെ ആശ കഴിഞ്ഞിട്ട് എന്താണ്? ആശ കഴിഞ്ഞിട്ട് എന്തുണ്ട്? അശയിത്ത അൻ തുഫ്സിദ ഫിൽ അർളി. അപ്പൊ ആശ ഇത് രണ്ടവസ്ഥയുണ്ട്. അശയിത്ത ഇസ്മുണ്ട്, അൻ തുഫ്സിദ എന്നുള്ള ഖബറും ഉണ്ട്. ഇവിടെ എന്താ? അശ അൻ യഹ്ദിയനി റബ്ബി. അപ്പൊ ഇവിടെ രണ്ട് സംഭവം ഇല്ല, മറിച്ച് എന്താണ്? ഒന്ന് മതി. അശ അൻ യഹ്ദിയനി വൽ. അപ്പൊ ആശയും നേരിട്ട് വലിയഹ, വലിയ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നു. ഇതാ വലിയഹ, വലിയ എലി അടുത്ത് വന്നു, സമീപസ്ഥായി. വലിയ എലി. ടു കം നെക്സ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടു കം നെക്സ്റ്റ്, ടു ഫോളോ, ഫോളോഡ് ബൈ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ. അപ്പൊ വലിയ എലി ഇതിൽ നിന്ന് ഒന്നാണ് വലിയ. അപ്പൊ ആ അർത്ഥത്തില് വലിയന് എന്ത്? വലിയ എലി എന്ന് പറഞ്ഞാൽ ഗവേൺ, ടു അഡ്മിനിസ്ട്രേറ്റ് എന്നൊക്കെ അർത്ഥം, അഡ്മിനിസ്റ്റർ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഉത്തരവാദിത്തം ഏൽക്കുക, ഭരണം നടത്തുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതേപോലെ സമീപസ്ഥമായി എന്ന അർത്ഥമുണ്ട്. അങ്ങനെയാണ് വലിയ. വലിയ എന്ന് പറയുമ്പോൾ രക്ഷാധികാരി, രക്ഷകർത്താവ്, അല്ലെങ്കിൽ ഗവർണർ. വയലിഹ അൻ വൽ ഫേലു. ഫേലും അൻ ചേർന്ന ഫേല് എന്ത് ചെയ്യും? തൊട്ടുടനെ വരും. ഫോളോഡ് ബൈ എന്നാ പറഞ്ഞത്. മറ്റടുത്ത് എന്താ? അശ കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഇസ്മാണ് വരുന്നത്, പിന്നീടാണ് മസ്ദർ മുഅവ്വൽ വരുന്നത്. അശ അൻ യഹ്ദിയനി റബ്ബി.
എന്താണ് ആശ? യഹ്ദിയനി റബ്ബി, എന്റെ രക്ഷിതാവ് എനിക്ക് മാർഗദർശനം നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവാണ്, അതുകൊണ്ടാണ് തറജിയായിട്ട് നമ്മൾ മറുപടി അർത്ഥം പറയുന്നത്. ഹുനൽ മസ്ദർ മുഅവ്വലു ഫാഇലുൻ. അപ്പൊ ഇവിടെ ഈ മസ്ദർ മുഅവ്വൽ എന്താ? നേരത്തെ പറഞ്ഞ മസ്ദർ മുഅവ്വൽ ദൂരെയാണ്, ഇതെന്താണ്? ഇത് അടുത്താണ്. ഒരു വാക്ക് കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത്. ഇസ്മ കഴിഞ്ഞിട്ടാണ് എന്റെ ഖബർ വരുന്നത്. ഇവിടെ എന്താ? ഇസ്മ വരുന്നില്ല, ഇസ്മും ഖബറുമായിട്ട് വരുന്നില്ല, മറിച്ച് എന്താണ്? ഒന്നേ ഉള്ളൂ. അപ്പൊ എന്താ അത്? അൻ യഹ്ദിയൻ എന്ന് പറഞ്ഞ മസ്ദർ മുഅവ്വൽ എന്താണ് ഇവിടെ? അതാണ് അതിന്റെ ഫാഇല്. അപ്പൊ ഫാഇല് ഒരു ഇസ്മ, ചിലപ്പോൾ ഇസ്മാകാം, അല്ലെങ്കിൽ മസ്ദർ മുഅവ്വൽ പോലെ ഫിഇലുമാകാം. അത് മസ്ദർ മുഅവ്വലു ഫാഇലു അശ, അശയുടെ ഫാഇലാണ്. അത് നമ്മൾ എപ്പോഴും അശ കണ്ടാൽ അശയുടെ ഇസ്മ എവിടെ, ഖബർ എവിടെ എന്ന് നോക്കേണ്ട കാര്യമില്ല. രണ്ടവസ്ഥയിലും വരും എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കിയത്. വഫി കൈഫ മുഹമ്മദുനിൽ ആന, കൈഫ മുഹമ്മദുനിൽ ആന എന്ന് പറഞ്ഞാൽ അശ അൻ യകൂന അഹ്സന. അപ്പോ അതിലെന്ത് ചെയ്തു? മറുപടി പറഞ്ഞു അശ അൻ യകൂന അഹ്സന. അശ അൻ യകൂന അഹ്സന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഫിഇൽ തറജ്ജിയാണ്. ആള് ആരോഗ്യവാനാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കത്തൊക്കെ എഴുതി പറയുമല്ലോ, താങ്കൾ അവിടെ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കരുതുന്നു എന്നാണ് പറയല്. സുഖമായിരിക്കട്ടെ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് അശ അൻ യകൂന അഹ്സന. യജൂസു അൻ യകൂന അശ നാഖിസതൻ. അവിടെ എന്താണ്? ജായിസാണ്. അശ അൻ യകൂന അഹ്സന. ഇവിടെ എന്തുണ്ട്? ഇത് രണ്ട് സംഭവമുണ്ട്. وذلك إذا قدرت فيها ضميرا مستترا يجوز أن يكون عسى. അപ്പോൾ എന്താവും? അശ ആകൽ അനുവദനീയമാണ്, നാഖിസ് ആകൽ പെർമിറ്റഡ്, അനുവദനീയമാണ്. وذلك إذا قدرت فيها ضميرا مستترا. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അൻ യകൂന എന്ന് പറഞ്ഞാൽ അശ, അശ എന്ന് പറഞ്ഞാൽ അശയുടെ അകത്ത് ഒരു ളമീറിനെ നമ്മൾ കരുതി. إذا قدرت فيها ضميرا مستترا. مستتر എന്താ? ഹിഡൻ. ഇസ്തതറ, ഇസ്തതറ ഹൈഡായി. നേരത്തെ വന്നിട്ടുണ്ടാവും. ഇസ്തതറ. സിത്താർ എന്താ? സിത്താർ, സിത്താർ എവിടെയും കേട്ടില്ലേ? സിത്താർ ഗിത്താർ അല്ല, മ്യൂസിക്കിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. സിത്താർ എന്ന് പറഞ്ഞാൽ കർട്ടൻ. സിത്താർ കണ്ടില്ലേ? അവിടെ ബോർഡ് കണ്ടില്ലേ? സതായിർ, കർട്ടൻ വിൽക്കുന്ന സ്ഥലത്ത് സതായിർ എന്ന് എഴുതണം. സിത്താർ, സതായിർ, കർട്ടൻസ്. സിത്താർ കർട്ടൻ, മറ, വിരി. ഇസ്തതറ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നു. ലമീർ മുസ്തത്തിർ എന്നാ പറയാ. ലമീർ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അതെന്താണ്? ഹിഡൻ. ലമീർ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നതെന്ന് അർത്ഥമാകാം. അപ്പൊ നമ്മളെ ഹുവ ഹും അൻത അൻതും എന്ന് പറയുമ്പോൾ ലമീർ എന്താണ്? ലമീർ പ്രകടമാണ്. ഫഅല എന്ന് പറഞ്ഞപ്പോ ഫഅലിൽ എന്തുണ്ട്? ഹുവ എന്ന് ലമീർ മുസ്തത്തിർ എന്നാണ് പറയുന്നത്. അതിന്റെ ടെക്നിക്കൽ വാക്ക് അങ്ങനെയാണ്, ലമീർ മുസ്തത്തിർ എന്നാണ്. ഹിഡൻ പ്രോനൗൺ. നമ്മൾ അതിൽ ലയിച്ചിട്ടുണ്ട്, ചേർന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മുമ്പ് വാക്ക് പറഞ്ഞത്. പിന്നെ നമ്മൾ ടെക്നിക്കലി വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മനസ്സിലാക്കുക. ഫിഹ ലമീറൻ മുസ്തതിറൻ. ഇതാ ഖദ്ദർത, തഖ്ദീറാക്കിയാൽ, ഖദ്റാക്കിയാൽ എന്നല്ല, തഖ്ദീറാക്കിയാൽ. ഖദ്ദറ യുഖദ്ദിറു തഖ്ദീർ, എന്ത് ചെയ്യാ? കരുതുക. അപ്പൊ അറബിയിൽ കുറെ കരുതലുണ്ട് കേട്ടോ. വ്യാകരണം അങ്ങനെയാണ് എന്ന് നമ്മൾ കരുതണം. അപ്പൊ ഇതാ ഖദ്ദർത ഫിഹ ലമീറൻ മുസ്തതിറൻ. അപ്പൊ അശ എന്നതില് ഹുവയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എന്തുണ്ട്?
അതിനെ നാക്കിസ് ആയിട്ട് ഉപയോഗിക്കാം. നാക്കിസ് എന്ന് പറഞ്ഞാൽ കാനയുടെ സഹോദരി. കാന എന്താണ്? കാന ഫെയില് നാക്കിസാണ്, താമല്ല. ഫെയില് നാക്കിസാണ്. കാന വന്നാൽ കാനയ്ക്ക് ഇസ്മും വരണം, ഖബറും വരണം. ഇസ്മും വരണം, ഖബറും വരണം. അപ്പൊ ഇവിടെ അങ്ങനെ യജൂസ് അൻ യകൂന ആശ നാക്കിസൻ, അപ്പൊ കാനയെ പോലെയാണ് എന്ന് കരുതാം. അങ്ങനെ ആകൽ അനുവദനീയമാണ്. ഉദാഹരിക്കുക, അത് എപ്പോഴാണ് അങ്ങനെ വരുന്നത്? ഇതാ ഖദ്ദർത ഫീഹാ ളമീറൻ മുസ്തതിറൻ, അതിൽ നീ ഒരു സർവനാമം ഒളിഞ്ഞിരിപ്പുണ്ട്, ആശയിൽ സർവനാമം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കരുതിയാൽ. വഇദാ ലം തുഖദ്ദിർ ഫീഹാ വഇദാ ലം തുഖദ്ദിർ, അങ്ങനെ കരുതിയില്ലെങ്കിൽ, അങ്ങനെ നീ കരുതിയില്ലെങ്കിൽ ഫഹിയ താമത്തും, അപ്പോൾ അത് താമുമാകാം. അങ്ങനെ രണ്ടും അനുവദനീയമാകുന്ന സന്ദർഭവും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ താമായിരിക്കും, ചിലപ്പോൾ നാക്കിസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാനയെ പോലെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ താമായിരിക്കും, അതിന്റെ മസ്ദർ മുഅവ്വൽ കൊണ്ട് മതിയാകും. ചിലപ്പോൾ രണ്ടും ഓപ്ഷനും അനുവദനീയമാകും. ഇപ്പൊ രണ്ട് ഓപ്ഷൻ അനുവദനീയമായ ഒരു ഉദാഹരണമാണ് അസാ അൻ യകൂന അഹ്സന എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഇവിടെ? അസ കഴിഞ്ഞിട്ട് 2 പോയിന്റ് ഉണ്ട്. അസാ അൻ യകൂന അഹ്സന, അൻ യകൂന ആകൽ, അവൻ ആകൽ. എന്താകൽ? അഹ്സന ആകൽ, ബെസ്റ്റ് ആകൽ. ഓക്കെ, അസല്ലാഹു. അപ്പൊ നാക്കിസ് ആണെങ്കിൽ, കാനയെ പോലെ ആണെങ്കിൽ, നാക്കിസ് എന്ന് പറഞ്ഞാൽ കാനയെ പോലെ മനസ്സിലാക്കിയാൽ മതി. താമാണെങ്കിൽ ഒരു എണ്ണം കൊണ്ട് മതിയാകും. കാനയെ പോലെ ആണെങ്കിൽ അസല്ലാഹു അൻ യഹ്ദിയഹു. ഇപ്പൊ എന്തായി? 2 പോയിന്റ് വന്നു. അസല്ലാഹു അൻ യഹ്ദിയഹു. അസയുടെ തൊട്ടുടനെ അല്ല എന്ത് വരുന്നത്? മസ്ദർ മുഅവ്വൽ വരുന്നത്. ഇവിടെ അസയ്ക്ക് ശേഷം മസ്ദർ മുഅവ്വൽ തൊട്ടുടനെ വന്നു. പക്ഷെ എന്തായി? അവിടെ അഹ്സന എന്നൊരു സംഭവം കൂടി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 2 എണ്ണം അനുവദനീയമാകും. കാനയെ പോലെ ആകൽ അനുവദനീയമാകും. അതല്ല അസയ്ക്ക് ശേഷം ഇസ്മാണ് വരുന്നതെങ്കിൽ എന്തായി? അസയ്ക്ക് ശേഷം അസ എന്തായിരിക്കും? കാനയെ പോലെ ആയിരിക്കും. അസല്ലാഹു അൻ യഹ്ദിയഹു. അപ്പൊ അൻ യഹ്ദിയഹു എന്നുള്ളത്, അൻ യഹ്ദിയ എന്നത് എന്താണ്? അതിന്റെ ഖബറാണ്. അസൈതു അൻ അൻജഹ, അസൈതു അൻ അൻജഹ എന്ന് പറഞ്ഞപ്പോ എന്തായി? നാഖിസാണ്. കാരണം എന്താ? അസൈതു അന, അന അതിന്റെ ഇസ്മാണ്. അൻ അൻജഹ എന്നുള്ളത് ഖബറാണ്. അസ താമാണെങ്കിൽ അസ അൻ യഹ്ദിയഹു, അൻ യഹ്ദിയഹു അല്ലാഹു. അസ അൻ യഹ്ദിയഹു അല്ലാഹു, അള്ളാഹുവിനെ ആക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്? അൻ യഹ്ദിയ, അസ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് വന്നു? മസ്ദർ മുഅവ്വൽ വന്നു. അസ അൻ അൻജഹ, അസ അൻ അൻജഹ. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ശരിക്കും അസ അൻ അൻജഹ. ഇവിടെ എന്താണ്? അസൈതു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? സർവനാമം ചേർന്നുണ്ട്. മറ്റിടത്ത് എന്താണ്? അസ നമ്മള് യുർജ, യുംകിൻ എന്നൊക്കെ പറഞ്ഞതുപോലെ അതിന്റെ അകത്തുള്ള സർവനാമം നോക്കുന്നില്ല. യുംകിൻ എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എന്താണ്? യുംകിൻ അദ്ഖുൽ എന്ന് ചോദിച്ചപ്പോ യുംകിൻ എന്ന് പറഞ്ഞ അവിടെ യുംകിനും അംകന യുംകിനിലുള്ള ഹുവ നോക്കുന്നില്ല. മറിച്ച് എന്താണ്? യുംകിൻ എന്ന വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ അകത്തുള്ള സർവനാമത്തെ പരിഗണിക്കുന്നില്ല. അതേപോലെ ഇവിടെ അസ അൻ അൻജഹ എന്ന് പറഞ്ഞെടുത്ത് അസ താമായിട്ട് വരുമ്പോൾ എന്തായി? അവിടെ അതിനകത്തുള്ള സർവനാമത്തെ നോക്കുന്നില്ല. അൻ അൻജഹ. ഹവ്വിൽ അസൻ നാഖിസത ഇല താമ. എന്ത് ചെയ്യണം? നാഖിസിനെ താമായിട്ട് മാറ്റണം. അസൈത അൻ തഊദ ഗദൻ എന്താകും?
അസൈത്ത് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ വസല്ലാഹു അസൈത്തു. എന്നൊക്കെ. ആ അല്ല, അള്ളാഹ് എന്നും വായിച്ചേർക്കണ്ട ഇവിടെ. അസൈത്തു അൻ അൻജഹ എന്ന് പറഞ്ഞില്ലേ, ഉം. അസൈത്തു അൻ അൻജഹ ഇവിടെ എന്തുണ്ട്? ലമീർ ചേർത്തിട്ടുണ്ട്. ഉം. പറയുന്ന ആളിന്റെ ലമീർ ചേർത്തിട്ടുണ്ട്, മുത്തക്കല്ലിമിന്റെ ലമീർ ചേർത്തിട്ടുണ്ട്. അൻ അൻജഹ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് മസ്തർ മോബൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? മസ്തർ മോബല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും ഇവിടെ? അസൈത്ത് അൻ ഗദൻ എന്ന് പറഞ്ഞാല് അവിടെ ലമീർ ഒഴിവാക്കിയാൽ മതി. അസ അസ അൻ ഗദൻ തൗദ തൗദഹു പൂവൊന്നും വേണ്ട. ആ. ഇവിടെ പറഞ്ഞതുപോലെ പറഞ്ഞു. ഇവിടെ ഗദൻ അൻ തൗദ അസ അൻ നീ തൗദ. നാളെ മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അസൈത്ത് അൻ ഗദൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? അസൈത്തേൽ അൻത അതിന്റെ ഇസ്മും അൻ തഅൂദ എന്നുള്ള ഖബറുമാണ്. അതേപോലെ അസല്ലാഹു അൻ യഗ്ഫിറ ലി, അസല്ലാഹു അൻ യഗ്ഫിറ ലി. അപ്പൊ എന്ത് പറയും നമ്മള്? അസ അൻ യഗ്ഫിറ അസ അൻ യഗ്ഫിറ ലി അല്ലാഹു. അപ്പൊ എന്തായി? ഇവിടെ അസയുടെ ഇസ്മിനെ മാറ്റിയിട്ട് നമ്മള് യഗ്ഫിറയുടെ പിന്നെ ഫായിലാക്കി മാറ്റി. യഗ്ഫിറ വരുമ്പോഴത്തേക്ക് പിന്നെ ഫായിൽ വേണമല്ലോ, അല്ലേ? ഓക്കെ. മസ്ദറാവുമ്പോ അത് ഇസ്മല്ലേ? അല്ല, അൻ യഗ്ഫിറ മസ്ദർ മുഅവ്വലാണ്. പക്ഷേ അൻ യഗ്ഫിറ വന്നപ്പോ യഗ്ഫിറ എന്ന് വന്നത് കൊണ്ട് പിന്നെ എന്ത് ചെയ്യണം? അതിന് ഫായിൽ വേണം. അപ്പൊ അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാലത്താണ് ഇവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ലഫ്ദുൽ ജലാലത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഫായിലായിട്ട് ഉപയോഗിച്ചു. യഗ്ഫിറല്ലാഹു ലി എന്നാ യഗ്ഫിറ ലി അല്ലാഹു എന്നാ വരുന്നത്. യഗ്ഫിർ അല്ലാഹു ലി എന്ന് പറയാം. യഗ്ഫിർ ലി എന്ന് പറയുന്നത് യഗ്ഫിർ അല്ലാഹു ലി എന്ന് പറയുന്നത് യഗ്ഫിറ ലി അല്ലാഹു യഗ്ഫിറ അല്ലാഹു ലി. യഗ്ഫിർ അല്ലാഹു ലി. കാരണം ഫേൽ വന്നപ്പോ ഉടനെ എന്ത് ചെയ്യാ? ഫായിൽ പറയും. ഞാൻ പെട്ടെന്ന് ലീ അവിടെ കിടക്കുന്നുണ്ട്, അതിന് ശേഷം അവസാനം കൊണ്ട് ഫായിലിൽ ചേർക്കുന്നേ ഉള്ളൂ. യഗ്ഫിർ അല്ലാഹു ലി. الثالث أين زملاؤنا؟ أين زملاؤنا؟ عصوا أن يحضروا الدرس. أن يحضروا الدرس. فأين زملاؤنا؟ Where are our colleagues? عصوا. അപ്പൊ അതായത് നമ്മൾ യുംകിൻ എന്ന് പറഞ്ഞതുപോലെ അസയുടെ രൂപഭേദങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ്? അവിടെ പിന്നെ അത് ഇസ്മായിട്ടാണ് വരിക. അപ്പൊ കാനയുടെ ആക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ അസൗ എന്നതിന്റെ രൂപഭേദം വന്നതുകൊണ്ട് അതിനകത്തുള്ള ഹും എന്തായിട്ടാണുള്ളത്? അസയുടെ ഇസ്മായിട്ടാണുള്ളത്. അൻ യഹ്ദുറു എന്നത് ഖബറായിട്ടാണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? അസൗ എന്നതിൽ എന്തുണ്ട്? സർവനാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ജുമല ഉന എന്നത് ജുമല നേരത്തെ മുൻ കടന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അസ അൻ യഹ്ദുറു എന്ന് പറഞ്ഞാൽ മതി. അസ അൻ യഹ്ദുറു ദർസ എന്ന് പറഞ്ഞാൽ യഹ്ദുറു വരുമ്പോഴത്തേക്ക് യഹ്ദുറുവിന്റെ മഫ്ഊലും ബിഹി ആയിട്ടാണ് ദർസ് വന്നിരിക്കുന്നത്. ഓക്കെ. അസ അൻ യഹ്ദുറു ദർസ മാറ്റി എഴുതുമ്പോൾ അറാബിയ കൈഫ താലിബാത്തുൽ ജുദുദ്, എങ്ങനെയാണ് താലിബാത്തുൽ ജുദുദ്
പുതിയ സ്റ്റുഡൻസ് എങ്ങനെയുണ്ട്? ഗേൾ സ്റ്റുഡൻസ് അസൈന അൻ യഫ്ഹംന ദുറൂസ. ഞാൻ നേരത്തെ പറഞ്ഞു അസൈന വന്നപ്പോ എന്തായി? അസ കഴിഞ്ഞിട്ട് ഹുന്ന അതിന്റെ എന്താണ്? ഇസ്മാണ്. അസൈന ഫതഹിന എന്ന് പറഞ്ഞ പോലെ. അസൈന വന്നതുകൊണ്ട് അത് പേര് നാക്കിസാണ്, അഥവാ കാനയുടെ സിസ്റ്റത്തിലാണുള്ളത്. അതിനെ മാറ്റിയാൽ കൈഫ താലിബാത്തുൽ ജുദൂദ് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്താൽ മതി? അപ്പോ അസ അൻ യഫ്ഹംന ദർസ അല്ലെങ്കിൽ ദുറൂസ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി നേരെ തിരിച്ച് ഹവ്വിൽ അസ താമത്ത ഇല നാക്കിസ. എന്ത് ചെയ്യാ? തിരിച്ചു പറയാ. എത്തി അസ അൻ നുഖ്ബല ഫി ദിറാസാത്തിൽ ഉലിയ. എന്താ അതിന്റെ അർത്ഥം? അസ അൻ നുഖ്ബല. ഖബീല യഖ്ബലു എന്താണ്? സ്വീകരിക്കുക. സ്വീകരിക്കുക. അപ്പോ നുഖ്ബല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഞങ്ങൾ സ്വീകരിക്കപ്പെടുക. ഫഅസ അൻ നുഖ്ബല, ഞങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. എവിടെ? ദിറാസത്തിൽ ഉലിയ. ദിറാസത്തിൽ ഉലിയ എന്താ? ദിറാസത്ത് എന്താ? ദിറാസത്ത് പഠനം. പഠനം. ദിറാസത്തിൽ ഉലിയ ഹയർ സ്റ്റഡീസ്. ഉലിയ ഉയർന്നത്. ഉലിയ അപ്പൊ അസ അൻ നുഖ്ബല ഫി ദിറാസത്തിൽ ഉലിയ, ഞങ്ങൾക്ക് ഹയർ സ്റ്റഡീസിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യപ്പെടുക. നുഖ്ബല ഫി ദിറാസത്തിൽ ഉലിയ. അപ്പൊ എന്ത് ചെയ്യാം അതിനെ? അസൈനാന്ന് വരും. ആ അപ്പൊ നേരത്തെ അസൗ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? അസയുടെ രൂപഭേദം ഇവിടെ ഉപയോഗിക്കണം. അസൗ അൻ യഖ്ദുറു എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അസൈന അൻ യഫ്ഹംന എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോൾ അൻ നുഖ്ബല എന്ന് പറഞ്ഞതുകൊണ്ട് എന്തായി? അസ എന്ന് പറഞ്ഞതിനെ അതിനെ അസൈന എന്നാക്കി മാറ്റി. അസൈന അൻ നുഖ്ബല ദിറാസത്തിലില്ല. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ്. അസ അൻ തുസാഫിരി ഗദൻ. അസൈത്തു അസൈത്തു തുസാഫിരി വരുമ്പോഴത്തേക്ക് അതിന്റെ പൂർണ്ണ രൂപം എന്താ? ആയിക്കോട്ടെ. എന്നിട്ട് തുസാഫിരി എന്ന് പറഞ്ഞപ്പോ അൻ മാറ്റിയാൽ എന്താവും? മുസ്താഫിദീനല്ലേ? തുസാഫിരീനെയാണ്. അപ്പൊ എന്തുണ്ട് അവിടെ? സ്ത്രീലിംഗ സർവനാമം ഉണ്ട് അല്ലേ? അൻതുസാഫിരി അൻതി എന്നാണ്. അൻതുസാഫിരി അൻതി അല്ലേ? ഈ ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോഴാണല്ലോ തുസാഫിരീന എന്ന് പറയുന്നത്. തഫ്തഹീന എന്ന് പറയുന്നത് പോലെ, അൻതി തഫ്തഹീന എന്ന് പറയുന്നത് പോലെ. അപ്പോ സാഫറ യുസാഫിറു ആയതുകൊണ്ട് എന്താണ്? തുസാഫിരീന, അൻതി തുസാഫിരീന. അപ്പൊ എന്ത് ചെയ്യണം? അസയുടെ അൻതിയുടെ രൂപം ചേർക്കണം. എന്തുവരും? അസൈത്തി. അസൈതി അൻ തുസാഫിരി ഗദൻ. അവിടെ സർവനാമം ചേർത്താൽ മതി. അത്രേ ഉള്ളൂ. അസയുടെ രൂപഭേദം ചേർത്താൽ മതി. الثالث عسى أن يسمح لنا المدير بالانصراف. അവിടെ എങ്ങനെ പറയും? أن يسمح لنا المدير.
ഇവിടെ നമ്മൾ നേരത്തെ നമ്മളെ യുംകിൻ എന്ന വാക്ക് പറഞ്ഞ കാര്യം ആലോചിച്ചോ. ഇവിടെ അസ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അസ യസ്മഹ ലനൽ മുദീറു എന്ന് പറഞ്ഞിടത്ത് എന്തുണ്ട്? അസയില് നമ്മൾ സർവനാമം ഉണ്ട് എന്ന് കരുതിയാൽ എന്താവും? അതെ, അസാന് എന്ന് കരുതിയാൽ അത് അതിന്റെ ഇസ്മും അൻ യസ്മഹ എന്നുള്ളത് ഖബറുമായപ്പോൾ കാനയുടെ ആക്ടിവിറ്റി ആയി. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഹബ്ബുൽ ഹസൻ താമത്ത ഇലൻ നാഖിസ, നാഖിസ ആക്കണം നമ്മൾ. ഇപ്പൊ എന്തായി? സോറി, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അസാ യസ്മ, നേരത്തെ പറഞ്ഞതുപോലെ കാനയുടെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ മാറ്റണം. ഇവിടെ അസയില് സർവനാമം ഇല്ല എന്ന് നമ്മൾ കരുതിയാൽ എന്തായി? അൻ യസ്മഹ എന്നുള്ളത് താമായി, കാനയുടെ അല്ല. ഇനി അവിടെ നേരത്തെ തിരിച്ചു പറഞ്ഞാൽ അസ അൻ യസ്മഹ ലനൽ മുദീറു എന്ന് പറഞ്ഞ എന്തായി? മുദീറിന് ഇസ്മാക്കണം. മുദീറിനെ നമ്മൾ കൊണ്ടുവന്ന് ഇസ്മാക്കണം. നേരത്തെ നമ്മൾ ലഫ്ദ് ജലാലത്ത് മാറ്റിയില്ലേ, അതേപോലെ. അസാ മുദീറു അസാ മുദീറും അല്ല, അൽ മുദീറും അല്ലേ അവിടെ കിടക്കുന്നത്? അസൽ മുദീറു അൻ യസ്മഹ ലന ബിൽ ഇൻസിറാഫ്. ഇൻസിറാഫിന് എന്തില്ല? ഹംസില്ല. ബിൽ ഇൻസിറാഫ്, ബി കഴിഞ്ഞിട്ട് ലിൻസിറാഫ് എന്നാ പറയുന്നത്. ബിൽ ഇൻസിറാഫ്. അസൽ മുദീറു അൻ യസ്മഹ ലന ബിൽ ഇൻസിറാഫ്. അസാ അൻ യത്തഖിദൽ മുസ്ലിമൂന, ഇത്തഹദ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടർന്നു. അത് ഇത്തബയാണ്. യുണൈറ്റഡ് അവിടെ ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ചിലർക്ക് പെട്ടെന്ന് പിടി കിട്ടിയില്ല. അൽ ഇമാറാത്തുൽ മുത്തഹിദ, അൽ ഇമാറാത്തുൽ മുത്തഹിദ ഇപ്പൊ എന്താ? യുണൈറ്റഡ്. അസാ അൻ യത്തഖിദൽ മുസ്ലിമൂന, ഇവിടെ മുസ്ലിങ്ങൾക്ക് ഐക്യം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഇത്തഹദ ഒരുമിച്ച് നിന്നു, ഒരുമിച്ച് കൂടി. അസാ അൻ യത്തഖിദൽ മുസ്ലിമൂന, അപ്പൊ എന്താണ്? അത് താമാണ്. അതിന് നമ്മൾ നാക്കിസാക്കിയാൽ, കാനയുടെ രീതിയിലാക്കിയാൽ ഇതായി അൽ മുസ്ലിമൂന ആദ്യം കൊണ്ടുവരണം. അസൽ മുസ്ലിമൂന അസൽ മുസ്ലിമൂന يتخذون കാരണം എന്താ? അൽ മുസ്ലിമൂന് മുന്തി വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ രൂപഭേദം ചേർക്കണം, അല്ലേ? അതേസമയം ഇത്തഹിദ മുമ്പേ വന്നാൽ, ഫേല് മുൻകടന്നാൽ ഫേല് ഏകവചനം പറഞ്ഞാൽ മതി. ഫായില് മുൻകടന്നാൽ ഫേലിന് ബഹുവചനം പറയണം. അസൽ മുസ്ലിമൂന അൻ യത്തഖിദൂ, അൻ വന്നോണ്ട് ഞാൻ പോകുമല്ലോ. അപ്പൊ രണ്ട് സെന്റൻസ് നിങ്ങൾ സ്വന്തം എഴുതണമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അദ്ഖൽ അശ ഫി ജുംലത്തൈനി, രണ്ട് വാക്ക് സ്വന്തം എഴുതുക, രണ്ട് സെന്റൻസ്. അദ്ഖൽ അശ ഫി ജുംലത്തൈനി, രണ്ട് സെന്റൻസുകളിൽ അദ്ഖൽ അശ പ്രവേശിപ്പിക്കുക. മിൻ ഇൻഷാഇക, ഇൻഷാ എന്താ? ഇൻഷാ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ. മുമ്പ് നമുക്ക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പഴുണ്ടാവും. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? സ്വന്തം നിർമ്മിക്കുക. അൻഷ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, വളർത്തി. ഇൻഷാ
നിർമ്മിക്കൽ. മിൻ ഇൻഷായിക എന്ന് പറഞ്ഞാൽ ഫ്രം യുവർ ഓൺ സെന്റൻസ് എന്ന അർത്ഥത്തിലാണ്. അലാ അൻ തകൂന നാഖിസതൻ ഫിൽ ഊല, ഒന്നാമത്തേതില് നാഖിസായിട്ടും അഥവാ കാനിയുടെ രൂപത്തിലും, താമത്തൻ ഫിൽ ഉഖ്റ, രണ്ടാമത്തേല് അതല്ലാതെയും താമായിട്ടും. എഴുതിയിട്ടിടുവോ? എഴുതിയിട്ടിടുവോ? ഇൻഷാല്ലാന്ന് ഇമാറാത്തിൽ നിന്നുള്ള ഇൻഷാല്ല ആണോ? ഇമാറത്തിൽ ഇൻഷാല്ല എന്ന് പറഞ്ഞാല് നമ്മള് ഷേഖ് ഒരു ഇത് റാത്തിബ് സിയാദ ചോദിച്ചാൽ എന്ത് ചെയ്യും? മുദീർ എന്താ പറയാ? ഇൻഷാല്ല എന്ന് പറഞ്ഞാൽ അടുത്ത മാസം ഒരു കൂട്ടിത്തരാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലത്തെ ഇൻഷാല്ല എഴുതിയിട്ടില്ല ഞങ്ങള് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ്, നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുള്ളൂ. എന്നാലും മാത്രമേ നമ്മുടെ പഠനം സജീവമാവുള്ളൂ. അതിനാണ് എന്ത് ചെയ്യുന്നത്? എക്സസൈസ് വരുന്നത്. നമ്മളാ ജസ്റ്റ് ഒരു എക്സസൈസ് എന്ന് പറയുന്നത് വെറും ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു സംഭവമൊന്നുമല്ല. മറിച്ച് ഡ്യൂറിങ് എന്താ പറയാ, നമ്മളെ ഇതിനിടയ്ക്ക് പീരീഡിന് ഇടയ്ക്ക് നമുക്ക് വീണ്ടും നമ്മുടെ മൈൻഡിൽ അത് വരണം. അതിനാണ് പാഠം വായിച്ചു നോക്കണം, എക്സസൈസ് എഴുതണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേർന്ന് സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അറബി ഭാഷ പഠനം ഇതാണ്, അതിന്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഇതുപോലുള്ള വാക്കുകൾ വായിച്ചു നോക്കുക. ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ വായിച്ചിട്ട് കണ്ടെത്തിയിട്ട് എഴുതി, അങ്ങനെ എഴുതാം. നിങ്ങൾ സ്വന്തം വാക്യത്തിൽ എഴുതാം. ഈ ഖുർആൻ വായിച്ചു നോക്കിയിട്ട് നാക്കിസായിട്ട് വന്നിട്ടുള്ള സ്ഥലവും കാണാം, താമായിട്ട് വന്നിട്ടുള്ള സ്ഥലവും കാണാം. പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത് എഴുതരുത്. പാഠപുസ്തകത്തിൽ ഖുർആനെ കിട്ടുകൊണ്ട് എഴുതും. പാഠപുസ്തകത്തിൽ ഇല്ലാത്ത ഭാഗങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. നിങ്ങൾ ഖുർആനിൽ കണ്ടെത്തിയിട്ട് പാഠപുസ്തകത്തിൽ നോക്കണത് പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലാത്ത എഴുതുക. ഒരാഴ്ചക്കിടയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം, എന്നാലേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. والسلام عليكم ورحمه الله وبركاته.